ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സൂസ്. അതെ, ചക്കക്കുരു കേട്ടോ. നമുക്കെന്നേ റോസ്റ്റ് ചെയ്താലോ? പുഴുങ്ങി റോസ്റ്റ് ചെയ്യാം. അപ്പോഴേ നിങ്ങളും കൂടെ വാ മക്കളെ. എൻ്റെ ചക്കക്കുരു പുഴുങ്ങാൻ വെക്കുവാന്നേ. വേവട്ടെ. അതെ, നമ്മളെ അയ്യത്ത് വേണ്ട ഒരു കാന്താരി ഇരിക്കുന്നു. നമുക്ക് ഇത് കാന്താരിയൂടെ പറിക്കാം മക്കളെ. വാ, ഇഷ്ടംപോലെ കാന്താരി ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഇവിടെ അയ്യം മൊത്തം കാന്താരിയാണ്. ഇവിടെ ഇഷ്ടംപോലെ പ്രഷറുകാർക്കും ഷുഗറുകാർക്കും എല്ലാം കാന്താരി കഴിക്കണമെന്നാണ് പറയുന്നത്. കൊളസ്ട്രോൾ ഉള്ളവർക്കും എല്ലാം നല്ലതാണ് കാന്താരി. ഇതൊക്കെ കഴിക്കണമെന്നാണ് പറയുന്നത്. ദിവസം 2 എണ്ണമൊക്കെ കഴിക്കണമെന്നാണ് പറയുന്നത്. ആണുങ്ങൾ 3-4 എണ്ണം കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം പഴുത്ത് അടന്നു പോവുകയാണ്ട്. എല്ലാം പഴുത്ത് പോയി മക്കളെ. കണ്ടോ, എല്ലാം പഴുത്ത് എല്ലാം പഴുത്ത് പോവുക. ചക്കക്കുരു എന്ത് മക്കളെ? അതെ, അമ്മ ഇച്ചിരി ഉപ്പൂടെ ഇട്ടാന്നേ വേവിച്ചേക്കുന്നേ. ചക്കക്കുരു പുഴുങ്ങി. പണ്ടൊക്കെ ആണെങ്കിലേ ചക്ക വെട്ടിയിട്ട ആദ്യമേ പറിക്കൊണ്ട് ചെന്ന് അടുപ്പിനകത്തിട്ട് ചുട്ട് തിന്നുമായിരുന്നു. ആദ്യമേ അതായിരുന്നു ഞങ്ങളൊക്കെ ചെയ്യുന്നത്. ചക്കക്കുരു ചുട്ട് തിന്നും. ചക്കക്കുരു ഞുറുക്കി ഇട്ടിട്ട് ഓട്ടിലിട്ട് വറുത്ത് അങ്ങനെ തിന്നുമായിരുന്നു. അറിയാവോ നിങ്ങൾക്കൊക്കെ? ഇപ്പോൾ ആരെങ്കിലും തിന്നുമോ? എല്ലാവരും ഇപ്പം അങ്ങ് അയ്യം വാര കിടക്കുക രാവിലെ വീട്ടിലോട്. പണ്ടങ്ങനെ രാവിലെ വീട്ടിലൊന്നും ഒരു ചക്കക്കുരു കണ്ടിട്ട് പോലും ഇല്ല. അഥവാ കാക്ക കൊത്തി അങ്ങോണം മണ്ടയിൽ നിന്ന് വീഴുവാന്നെ ആ കുരു നുള്ളി പറക്കുമായിരുന്നു. ഞങ്ങൾ പോയി, ഞങ്ങളെന്നല്ല എല്ലാവരും പറക്കിക്കൊണ്ട് വരുമായിരുന്നു. ഇപ്പം അവിടെ എവിടെയൊക്കെ കിടക്കുന്നു. അന്നൊക്കെ ഇങ്ങനായിരുന്നു ചക്ക വെട്ടിയിട്ട. അപ്പോഴേ അമ്മ ഇത് എടുക്കുക കേട്ടോ. എടുത്ത് ഈ വെള്ളം ഊറ്റിയിട്ട് ചക്കക്കുരുവിൻ്റെ തൊലി കളയാം. ചക്കക്കുരുവിൻ്റെ പൂപ്പ് കളയത്തില്ല കേട്ടോ. പണ്ടത്തെ കാലത്ത് അറിയത്തില്ലല്ലേ, അന്നേരം വേളൊക്കെ ചിരണ്ടി എടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനല്ല, ചക്കക്കുരുവിൻ്റെ പൂപ്പ് കളയാൻ പാടില്ല. ക്യാൻസർ രോഗത്തിനെയൊക്കെ പ്രതികരിക്കുന്നതാണ്. നമ്മുടെ അസ്ഥിക്ക് എല്ലുകൾക്കെല്ലാം നല്ല പുഷ്ടി തരുന്നതാണ് ചക്കക്കുരു. ചക്കക്കുരു ഒരിക്കലും കളയരുത്. വീട്ടുകളിലൊക്കെ ഉണ്ടെങ്കിൽ പറക്കിയിട്ട് വെച്ചേക്കണം. നിരത്തി ഇട്ടിരുന്നാൽ മതി കേട്ടോ. ചള്ളാവത്തൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെ എടുത്ത് കുഞ്ഞുങ്ങൾക്കേ വരട്ടിയും തോരൻ വെച്ചും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നല്ലതാണ്. എൻ്റെ ചക്കക്കുരു തൊലിച്ച് കേട്ടോ. എൻ്റെ പുഴുങ്ങി തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിക്കാം. മക്കളെ, എൻ്റെ ചക്കക്കുരു പുഴുങ്ങി പൊടിച്ച് കേട്ടോ. ഇനി നമുക്ക് ഇത് കൊച്ചുള്ളി, ഇത് ഒരു സവാള, കുറച്ച് കാന്താരി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് തേങ്ങ, കരിയാപ്പല, ശകലം ജീരകം. ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിക്കാം. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ മതി. ആർക്കും എണ്ണയൊന്നും കഴിക്കാൻ വയ്യല്ലേ. അപ്പം നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ ചേർക്കണം. എണ്ണ ചൂടായി കേട്ടോ. തക്കാളി വിട്ട് കടുക് പൊട്ടി. ഇനി കൊച്ചുള്ളി സവാളയും കൂടെ അരിഞ്ഞ് വെച്ചത് നമുക്ക് അങ്ങോട്ടിടാം. വെളുത്തുള്ളിയും കൂടി ഇടുവാന്നേ. കാന്താരി നമുക്കൊന്ന് പൊട്ടിച്ചിടാം. മകേ, അത് ഉള്ളിയിലോട്ട് ഇച്ചിരി ഉപ്പിട്ട് കേട്ടോ.
കരിയാപ്പില ഇടുവാന്നേക്കളെ. കുറച്ച് കരിയാപ്പില ഇട്ടേ. അല്ല കാന്താരി ഒന്ന് പൊട്ടിച്ച് കേട്ടോ. എന്നിട്ട് ഈ വയറ്റിയതിനകത്തോട്ടെ ചക്കക്കുരു പൊടിച്ച് വെച്ചേക്കുന്നത് ഇടുക. നല്ലതായത് കേട്ടോ. കഞ്ഞി കുടിക്കാനും ഒക്കെ സൂപ്പറാണ്. ചോറ് തിന്നാം, എല്ലാത്തിനും നമുക്കെടുക്കാം കേട്ടോ. ഇടാക്കളെ കുറച്ച് തേങ്ങാപ്പീര ഇടാം. നല്ലതല്ലയോ നമ്മുടെ ചക്കയല്ലയോ, ചക്കക്കുരു എല്ലാം ഇതുപോലെ എല്ലാ സാധനവും നമുക്ക് ശരിയാക്കി കഴിക്കാം കേട്ടോ. റെഡിയായി വന്ന നമ്മുടെ ചക്കക്കുരു റോസ്റ്റിനകത്ത് ശകലം ജീരകവും കൂടെ ഇട്ട് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് നോക്കിക്കേ. മക്കളെ വേണ്ടേ ചക്കക്കുരുവേ അമ്മ റോസ്റ്റ് ചെയ്തെടുത്ത് കേട്ടോ. വേണ്ടേ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണേ. അടിപൊളിയാട്ടോ. നല്ല എരിവും എല്ലാം ഉണ്ട് കേട്ടോ. നല്ല രുചിയാണ്, നല്ലതുമാണ്. ചക്കക്കുരു കളയല്ലേ. ചക്കക്കുരു നമ്മുടെ ആരോഗ്യത്തിന് ബലമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം. ചക്കക്കുരു കളയരുത്. വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ചേക്കണം. ഇതുപോലെ പുഴുങ്ങി റോസ്റ്റ് ഉണ്ടാക്കി മക്കൾക്ക് കുടിക്കുകയും വേണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.